കാർഷിക വാർത്തകൾ. നാണ്യവിള കമ്പോളത്തിൽ നിന്നുള്ള വാർത്തകൾ. ഏഷ്യൻ വിപണികളിൽ റബ്ബറിന്റെ കുതിച്ചുചാട്ടം തുടരുന്നു. ഇന്നലെ 3% ഉയർന്ന റബ്ബർ വില ഇന്ന് ഒറ്റയടിക്ക് 3.5% വർദ്ധിച്ചു. ആഗോളതലത്തിൽ റബ്ബർ ഷീറ്റിന് ആവശ്യമുയർന്നതും ലഭ്യത ചുരുങ്ങിയതും വിലക്കയറ്റത്തിന് കാരണമായി. ജപ്പാനിൽ നിരക്ക് കിലോ 373 yen വരെ ഉയർന്നു. 3 ദിവസം കൊണ്ട് 30 yen ഉയർന്നത്. ബാങ്കോക്കിൽ മികച്ച ഇനം റബ്ബർ 230 രൂപയായി. ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ പക്ഷേ വില ഉയർത്താതെ ഷീറ്റ് സംഭരിക്കുകയാണ്. 4ാം ഗ്രേഡ് കിലോ 237 രൂപ. ആഭ്യന്തര വിപണിയിൽ ചെറിയ തളർച്ചയ്ക്ക് ശേഷം കുരുമുളക് തിരിച്ചുവരവിലാണ്. വില ഇടിച്ച് ചരക്ക് സംഭരിക്കാനുള്ള അന്തർ സംസ്ഥാന ഇടപാടുകാരുടെ നീക്കങ്ങളെ കർഷകർ പ്രതിരോധിച്ചു. തുടർച്ചയായ 3ാം ദിവസവും കുരുമുളക് വില വർദ്ധിച്ച് അൺഗാർബിൾഡ് 647 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ നിരക്ക് ടണ്ണിന് $8,150. ഏലക്ക സീസൺ അടുത്ത മാസത്തിലും തുടങ്ങാനിടയില്ല. ശരാശരി ഇനങ്ങൾ കിലോ 2234 കുതിച്ചു കയറിയപ്പോൾ മികച്ച ഇനങ്ങൾ 2634 രൂപയായും ഉയർന്നു. മൊത്തം 31,767 കിലോഗ്രാം ഏലക്ക ലേലത്തിൽ വന്നതിൽ 29,328 കിലോയും വിറ്റഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒക്ടോബർ മുതൽ പൊതുവിപണിയിൽ ഗോതമ്പ് എത്തിക്കാൻ സർക്കാർ ശ്രമം. ഉത്സവ സീസണിൽ വില നിയന്ത്രണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. 2025 മാർച്ചിൽ പുതിയ വിളവെടുപ്പ് വരെ ഗോതമ്പിന്റെ വിലസ്ഥിരത ഉറപ്പുവരുത്തുകയാണ് സർക്കാർ. ഔദ്യോഗിക കരുതൽ ശേഖരത്തിൽ നിന്നും ഓരോ മാസവും 1 ദശലക്ഷം ടൺ പൊതുവിപണിയിൽ എത്തിക്കാനാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഒക്ടോബറിൽ വിലക്കയറ്റം പ്രതീക്ഷിച്ച് വ്യാപാരികൾ ഉയർന്ന വിലയിലാണ് ഗോതമ്പ് വാങ്ങുന്നത്. അതിനാൽ പുതിയ തീരുമാനം വ്യാപാരികൾക്ക് തിരിച്ചടിയായേക്കും. ഉപഭോക്തൃകാര്യ മന്ത്രാലയത്തിന്റെയും കൃഷി മന്ത്രാലയത്തിന്റെയും ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നത് മാണ്ടികളിൽ നിന്നുള്ള വ്യാപാരികൾ ഗോതമ്പിന്റെ ശരാശരി വാങ്ങൽ വില ജൂലൈയിൽ 8% വർദ്ധിപ്പിച്ചതായാണ്. എന്നാൽ മൊത്ത ചില്ലറ വിൽപ്പന വിലകൾ 6% താഴെയാണ്. കൃഷി മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗോതമ്പ് ഉൽപാദനം 2022-23 110.55 മില്യൺ ടണ്ണിൽ നിന്ന് 2023-2024 112.93 മില്യൺ ടണ്ണിലെത്തി. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിന് കീഴിൽ പ്രതിവാര ലേലത്തിനായി സർക്കാർ ഈ വർഷം 5.5 ദശലക്ഷം ടൺ ഗോതമ്പ് നീക്കിവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരുത്തി ലഭ്യതയിൽ ഇടിവുണ്ടായേക്കും. സമീപ ദിവസങ്ങളിൽ പരുത്തി വിലയിലുണ്ടായ വർധന 1 മാസത്തോളം നീണ്ടുനിന്നേക്കാൻ സാധ്യതയുണ്ട്. പരുത്തിയുടെ ലഭ്യതക്കുറവ്, ഖാരിഫ് വിതയ്ക്കലിലുണ്ടായ ഇടിവ്, അധിക മഴ എന്നിവ പരുത്തി വില വരും വാരങ്ങളിൽ ഉയർന്നു തന്നെ നിൽക്കാൻ കാരണമായേക്കും. ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ പരുത്തി ഉൽപാദനത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 356 കിലോഗ്രാം പരുത്തിക്ക് 2000 രൂപ വരെ ഏകദേശം 3% സ്പോട്ട് വില ഉയർന്നിരുന്നു. കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടപ്പ് ഖാരിഫ് സീസണിലെ പരുത്തി കൃഷി കഴിഞ്ഞ വർഷത്തെ 122.15 ലക്ഷം ഹെക്ടറിനെ അപേക്ഷിച്ച് 9% കുറഞ്ഞ് 111 ലക്ഷം ഹെക്ടറിലെത്തി. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങളായ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും കൃഷിയിലുണ്ടായ ഇടിവാണ് പരുത്തിയെ പ്രതികൂലമായി ബാധിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ രാസവളങ്ങളുടെ ഇറക്കുമതിയും ഉൽപാദനവും കുറഞ്ഞു. അതേസമയം വിൽപ്പനയിൽ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഖാരിഫ് സീസണായിട്ടും രാസവളങ്ങളുടെ ഇറക്കുമതിയും ഉൽപാദനവും കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാന രാസവളങ്ങളായ യൂറിയ, ഡി അമോണിയം ഫോസ്ഫേറ്റ്, മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്, കോംപ്ലക്സ് എന്നിവയുടെ മൊത്തത്തിലുള്ള ഉപഭോഗം ആദ്യപാദത്തിൽ 5.2% വർദ്ധിച്ച് 107.48 ലക്ഷം ടണ്ണായി. യൂറിയയുടെ വിൽപ്പന 1%, ഡി അമോണിയം ഫോസ്ഫേറ്റ് വിൽപ്പന 21.9 ലിറ്ററിൽ നിന്ന് 11.7 ലിറ്ററായും ഇടിഞ്ഞു. വരാനിരിക്കുന്ന റാബി സീസണിൽ രാസവളക്ഷാമം ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ആസൂത്രണവും സൂക്ഷ്മമായ നിർവഹണവും ആവശ്യമായി വന്നേക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏപ്രിൽ-ജൂൺ കാലയളവിൽ മൊത്തത്തിലുള്ള രാസവളങ്ങളുടെ ഇറക്കുമതി 32% കുറഞ്ഞ് 33.15 ലിറ്ററായി. ഉൽപാദനവും ഇറക്കുമതിയും കുറഞ്ഞുവെന്നത് നല്ല സൂചനയാണ്. ഇത്
രാസരഹിത കൃഷിയിലേക്കും നാനോ ലിക്വിഡ് യൂറിയയുടെ കൂടുതൽ ഉപയോഗത്തിലേക്കും നയിക്കുമെന്നും ചില വിഭാഗങ്ങൾ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ രാജ്യത്ത് കാർഷിക അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി പാകിസ്ഥാനിലെ കർഷകർ. കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതും കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവും മേഖലാ വളർച്ചയെ മുരടിപ്പിക്കുന്നതായി കർഷകർ പറയുന്നു. ഉഷ്ണതരംഗം എള്ള്, അരി, പരുത്തി എന്നീ വിളകളുടെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചതായാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയത് എള്ളിന്റെയും നെല്ലിന്റെയും ഉൽപാദനത്തിൽ ഗണ്യമായ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലയും കുറഞ്ഞു. 37 കിലോ അരിക്ക് 4400 രൂപയായിരുന്നത് ഈ വർഷം 2200 രൂപയായി ഇടിഞ്ഞു. അതേസമയം ട്രാക്ടറുകൾക്കും വളങ്ങൾക്കും വില ഉയർന്നിട്ടുണ്ട്. യൂറിയ ചാക്കിന് 4600 രൂപയായി ഉയർന്നു. കാർഷിക കുഴൽക്കിണറുകളുടെ വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 55 മുതൽ 70 രൂപ വരെ വർദ്ധിച്ചു. ഈ വർഷം സർക്കാർ ഗോതമ്പ് സംഭരിക്കാത്തതിനാൽ കർഷകർക്ക് വില കൂടിയ വളം വാങ്ങാനോ ഉയർന്ന വൈദ്യുതി നിരക്ക് നൽകാനോ കഴിയാത്തതിനാൽ കർഷകർക്ക് ഇതിനകം തന്നെ വലിയ തിരിച്ചടിയുണ്ടെന്ന് പാകിസ്ഥാൻ കിസാൻ ഇത്തിഹാദ് പ്രസിഡന്റ് ഖാലിദ് ഖോക്കർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 235, RSS 5 231, ലാറ്റക്സ് 146, ജാതിക്ക 260, ജാതിപത്രി 1300 മുതൽ 1600 വരെ, ഗ്രാമ്പു 950, അടയ്ക്ക 240, കാപ്പിക്കുരു 215, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 66,700, കുരുമുളക് അൺഗാർബിൾ 64,700, ഏലക്ക 2,100 മുതൽ 2,200 വരെ, വെളിച്ചെണ്ണ 16,700, കൊപ്ര 11,250, ചുക്ക് 37,000.